തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ് ബോട്ട് എയർഡോസ് ലൂപ്പിന്റെ. ഇതിനെ നമ്മൾ ഡിഫറെന്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ മൈക്രോഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്. സോ ബേസിക്കലി ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ ഇയർബഡിന്റെ മൈക്കിൽ നിന്നാണ് വരുന്നത്. സോ ഇത് ഈ സൈഡിന്റെ മൈക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സൈഡ് ഒരെണ്ണം. സോ ഇപ്പൊ നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ടെസ്റ്റ് വീഡിയോ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ ഈ സിനാരിയോയിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ്. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷെ വൈദ്യം തുറന്നു വെച്ചാൽ ഈ സിനാരിയോയിൽ കാറ്റും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എത്രയുണ്ട്, പക്ഷെ അത് നമ്മൾക്ക് അത്ര കിട്ടുന്നില്ലായിരിക്കും. കാരണം നമ്മുടെ മൈക്ക് ഹെൽമെറ്റിന്റെ അകത്താണ്. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈദ്യം ക്ലോസ് ആക്കി വെക്കും. ഇത് ക്ലോസ് ഹെൽമെറ്റ് സിനാരിയോ ആണ്. ഈ സിനാരിയോയിൽ വെളിയിലെ അത്ര ഒച്ചയും കാറ്റും അങ്ങനെ ഒന്നും കിട്ടില്ല. കാരണം ഹെൽമെറ്റ് തന്നെ എല്ലാം ബ്ലോക്ക് ചെയ്യുക. പക്ഷേ നമ്മൾക്ക് ഒത്തിരി എക്കോ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ ഒച്ച ഈ ഹെൽമെറ്റിനകത്ത് ഇപ്പം എക്കോ ആവുന്നുണ്ട്. ആ എക്കോ സ്പെഷ്യലി നോയിസ് ക്യാൻസലിംഗ് ഇയർഫോൺ രണ്ട് മൈക്കുണ്ട്. രണ്ട് മൈക്ക് സെയിം സൗണ്ട് കുറച്ച് ഡീറ്റെയിൽ പിടിക്കുമ്പം അതിന് ഒത്തിരി ഡിസ്റ്റർബൻസ് കിട്ടും. സോ ഹോപ്പ്ഫുള്ളി ഇവിടെ അങ്ങനത്തെ സിനാരിയോ ഇല്ല. പിന്നെ എക്കോ കൂടുതലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റും. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു കഫേയിലാണെങ്കിൽ ഇപ്പം ഇവിടെ മ്യൂസിക് കുറച്ച് ലൗഡാണ്, ഫാൻ ഫുൾ സ്പീഡിൽ ഓടുവാണ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു ആർക്കേഡിലാണെങ്കിൽ ഇവിടെ ഒത്തിരി ഡിഫറെന്റ് മെഷീൻസ് ഉണ്ട്. ബോളിംഗ് ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ. പിന്നെ എല്ലാ മെഷീനിനും വേറെ വേറെ ഡിഫറെന്റ് സൗണ്ട് വരിക. സോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഒത്തിരി ആൾക്കാരുടെ അടുത്താണെങ്കിൽ, ഞാൻ ഇപ്പം ഫുഡ് കോർട്ടിലാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ മെഷീൻസിന്റെ ഒക്കെ ഒത്തിരി സൗണ്ട് ഉണ്ട്. പിന്നെ പാട്ടൊക്കെ ഓടുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഒച്ച വരുന്നുണ്ടായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. അതെ, ഇപ്പൊ നമ്മള് സീസൺസ് മോളും മാംനോറ മോളിന്റെ നടുക്കിൽ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പം ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു റൂമിലാണെങ്കിൽ ഇപ്പം ഫാൻ ഫുൾ സ്പീഡിൽ ഓടുവാണ്. വെളിയിൽ നിന്ന് ഒരു ഒച്ച വരുന്നില്ല. സോ എൻ്റെ ഒച്ച പിന്നെ ഫാനിന്റെ ഒച്ച അത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഫാനിന്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിങ് അല്ല. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം നമുക്ക് സംസാരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. ബേസിക്കലി ഏത് സിനാരിയോയിൽ ഇത് യൂസ് ചെയ്താലും ഇതിന്റെ എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെന്റ് ആണ്. ചില സമയം ഒത്തിരി നല്ല സൗണ്ട് ആണ്, ചില സമയം ഒത്തിരി വല്ലാത്ത സൗണ്ട് ആണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ബേസിക്കലി നിങ്ങൾ കോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ മൈക്ക് പുറകെയാണ്. ഈ ക്ലിപ്പിന്റെ ഫ്രണ്ട് പാർട്ട് നമ്മളുടെ ചെവിന്റെ അകത്ത് പോവാണ്, ബാക്ക് പാർട്ട് ചെവിയുടെ പുറകെ. ഈ ബാക്ക് പാർട്ടില് മേലിലാണ്, ഇവിടെ മേലില് ഇങ്ങനെ ഒരു ഇവിടെ ഫേസിങ് ഒരു മൈക്ക് ഉണ്ട്. അത് വെളിയിലത്തെ ഒച്ച കേൾക്കുവാണ്. പിന്നെ ഒരെണ്ണം താരോട്ടുണ്ട്, അത് നമ്മളുടെ സൗണ്ട് കേൾക്കുവാണ്. സോ ജനറലി നമ്മളുടെ എല്ലാ TWS ഒക്കെ ആണെങ്കിൽ അതിന്റെ മൈക്ക് ഇവിടെയാണ്. സോ ഇവിടുന്ന് ഇവിടം വരെ കൂടുതൽ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മളുടെ ഒച്ച അതിന് പിടിക്കാനായിട്ട് ഈസിയാണ്. പക്ഷെ ഇവിടുന്ന് ഇവിടം വരെ ഒച്ച പിടിക്കുമ്പം കുറച്ച് പ്രോബ്ലം വരും. കാരണം ഇത് കുറച്ച് ദൂരെയാണ്. സോ ഇത്
നോർമൽ TWS-നെക്കാളും ഇതിന്റെ മൈക്കിന്റെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും, അത് അത്ര പിടിക്കില്ല. സോ ക്ലാരിറ്റി എനിക്ക് അത്ര പ്രോബ്ലം വന്നില്ല. ചില വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ചില സ്ഥലത്ത് നല്ല ഒച്ചയാണ്. സോ ഇതിന്റെ നോയ്സ് ക്യാൻസലിങ്ങും അതും കൂടെ ഒരു ഡീസെന്റ് ജോബ് ചെയ്യുന്നുണ്ട്. സോ 2000 അകം നോക്കിയാൽ ഇതൊരു ഡീസെന്റ് മൈക്കാണ്. പക്ഷെ പ്രോബ്ലം ആണ് നമ്മളുടെ ചെവിയുടെ പൊസിഷനിങ്. നമ്മളുടെ ചെവി നോർമൽ ആണെങ്കിൽ, ഓപ്പൺ ആണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ നമ്മൾ ഹെൽമെറ്റ് ഒക്കെ ഇടുമ്പം അല്ലെങ്കിൽ ഇത് ചുമ്മാ ബ്ലോക്ക് ആവുമ്പം നമ്മളുടെ ചെവി തന്നെ, ഹെൽമെറ്റ് ഇടുമ്പോൾ ചെവിയും തലയുടെ ബിറ്റ്വീൻ ആണ് ഈ ക്ലിപ്പ്. സോ അത് പ്രസ് ആവും, പിന്നെ നമ്മളുടെ ചെവി തന്നെ ആ മൈക്കിനെ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. സോ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ഇടാതെ ഒക്കെ ഞാൻ ഇത് യൂസ് ചെയ്തപ്പം നിങ്ങൾക്ക് എന്റെ ഒച്ച കേൾക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഹെൽമെറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ടൈറ്റ് ഫിറ്റ് ആണ്, സ്നഗ് ഫിറ്റ് ആണ്. ആ സമയം നിങ്ങൾക്ക് എന്റെ ഒച്ച അത്ര കേൾക്കാൻ പറ്റിയില്ല. അത് കാരണം എന്റെ ഇയർ തന്നെ ആ മൈക്കിനെ ബ്ലോക്ക് ആക്കി. സോ അതൊരു പ്രോബ്ലം ആണ്. സോ നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പം അത് ഓർമ്മ വെക്കണം. ഇപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കണം, പക്ഷെ നിങ്ങൾക്ക് വെളിയിലത്തെ എല്ലാം കേൾക്കണം. ആ സമയം ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ജിമ്മിന് വേണ്ടി യൂസ് ചെയ്യണം, ലൈക്ക് ഇൻസ്ട്രക്ടർ ലെഡ് ജിം. നിങ്ങളുടെ അടുത്ത് ഒരു ട്രെയിനർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ്, റണ്ണിങ്, ജോഗിങ് അങ്ങനത്തെ ഒക്കെ, സൈക്ലിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വെളിയിലത്തെ ഒച്ച കേൾക്കണം, ട്രെയിനറിനെയും കേൾക്കണം. ആ സമയം ഒക്കെയാണ്. പക്ഷെ എനിക്ക് ഇത് അത്ര ഇഷ്ടമില്ല ജിമ്മില്. കാരണം ജിമ്മിലാണെങ്കിൽ എനിക്ക് എന്റെ ബേസ് വേണം, അത് ഇവിടെ കിട്ടില്ല. കാരണം ഇത് ഓപ്പൺ ഇയർഫോൺ ആണ്. ഓപ്പൺ ഇയർഫോണിൽ ഒരു ബേസ് ചേമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, സൗണ്ട് റെസിനേറ്റ് ആവാൻ പറ്റില്ല. സോ ആ ബേസ് തമ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സ്ഥലമില്ല. സോ കാരണം ഇത് നമ്മളുടെ ചെവിന്റെ അകത്ത് പോകുന്നില്ല. സോ നിങ്ങൾ ബേസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊരു നല്ല ഇയർഫോൺ അല്ല. മിഡ്സും ഹൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹൈസ് കൂടുതൽ ഓവർ പവറിങ് അല്ല. ജനറലി ഇങ്ങനത്തെ ഓപ്പൺ ഇയർഫോൺസിൽ ഹൈസ് ഒത്തിരി കൂടുതലാണ്. ഇവിടെ അത്ര അങ്ങനെയൊന്നും ഇല്ല. സോ സൗണ്ട് വീട്ടിന്റെ അകത്താണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. വെളിയിലാണെങ്കിൽ കൂടുതൽ ഒച്ച നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റൂല. സോ ഞാൻ ഓർത്തത് ഇതിന്റെ ലൗഡ്നെസ് ഒത്തിരി ഉണ്ടെന്നാണ്. എന്റെ ചുമ്മാ ഇങ്ങനെ റൂമിൽ ഇടുമ്പം ഒത്തിരി സൗണ്ട് ഉണ്ട്. പക്ഷെ വെളിയിൽ പോകുമ്പം ആ സൗണ്ട് ബ്രൗൺ ആയി പോകും. എനിക്ക് അത്രയൊന്നും മ്യൂസിക്കിന്റെ വേർഡ്സും ലിറിക്സും അതൊക്കെ അത്ര കേൾക്കാൻ പറ്റില്ല. സോ ഇപ്പം നിങ്ങൾ ഇതിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു നല്ല ഇയർഫോൺ ആണോ അല്ലോ. മാത്രമേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ. ബൈ ബൈ.